ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചീര കട്ട്ലേറ്റ് ആണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു കട്ട്ലേറ്റ് ആണ് കേട്ടോ ഇത്. ചീര കൊണ്ട് മാത്രമല്ല മുരിങ്ങയില കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഐറ്റം ട്രൈ ചെയ്യാം. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഐ ആം ലെക്സി ജേസൺ. വെൽക്കം ടു ഫ്രഷ് ലൈഫ്. ചീര കൊണ്ടുള്ള കട്ട്ലേറ്റ് തയ്യാറാക്കാൻ ആദ്യം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി ചീര തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ്, അത് നല്ലപോലെ പുഴുങ്ങി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. 2 സവാള, അതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് അല്പം സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോൺ ഓപ്ഷണലാണ്, പക്ഷെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇതോടൊപ്പം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ഈ സമയം തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം ഒരു പിടി മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ പാകമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചീരയില വെന്ത് കിട്ടും. നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് വഴന്നു വരണം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എടുക്കാം. അതിലേക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് അല്പാൽപമായിട്ട് എടുത്ത് ഇതുപോലെ ഓരോ ഉരുളകളാക്കി പിന്നീട് അതൊന്ന് പതുക്കെ കട്ട്ലേറ്റിന് പരത്തുന്ന പരുവത്തിൽ പരത്തിയെടുക്കണം. എല്ലാം ഇതുപോലെ പരത്തി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് 2 കോഴിമുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ബ്രെഡ് സ്ലൈസ് എടുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഓരോന്നും എടുത്ത് ആദ്യം ഈ എഗ് ബീറ്റിലും പിന്നീട് ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയെടുക്കണം. ഇനി ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം അധികമായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ കട്ട്ലേറ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ. വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കട്ട്ലേറ്റ് എഗ് ബീറ്റിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്തത് ഓരോന്നും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട്ലേറ്റിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡും മറച്ചിട്ട് കൊടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ് വെളിച്ചെണ്ണയിൽ നിന്ന് ഇതുപോലെ ഇങ്ങ് കോരിയെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അല്പം ടൊമാറ്റോ സോസ് കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഇത് യൂസ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കൂ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്